അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ നിസ്കാരത്തിൻ്റെ ഫർളുകൾ 14 എന്നും 17 എന്നും 13 എന്നും പറഞ്ഞതായ പണ്ഡിതന്മാരെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഈ എണ്ണം പറഞ്ഞ കാര്യങ്ങളിലൊന്നും ഒരു വൈരുദ്ധ്യതയും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. 13 എന്ന് പറഞ്ഞത് അത് ശരി തന്നെയാണ്, 17 എന്ന് പറഞ്ഞതും ശരി തന്നെയാണ്, 14 എന്ന് പറഞ്ഞതും ശരി തന്നെയാണ്. എന്താണ് അവിടെയുള്ള വ്യത്യാസം? നിസ്കാരത്തിൻ്റെ 9ാമത്തെ ഫർളായ അടങ്ങിത്താമസിക്കൽ എന്നുള്ള 9ാമത്തെ ഫർള് മറ്റ് 4 ഫർളുകളിൽ ഉണ്ടായിരിക്കണം. അഥവാ റുക്കൂഅ്, ഇഅ്തിദാല്, സുജൂദ്, സുജൂദിൻ്റെ ഇടക്കുള്ള ഇരുത്തം, ഈ 4 ഫർളുകളിലും അടങ്ങിത്താമസിക്കൽ എന്ന ഫർള് ഉണ്ടായിരിക്കണം. അപ്പം 4 ഭാഗത്തും അടങ്ങിത്താമസിക്കൽ എന്നതിനെ 4 ഫർളാക്കി എണ്ണിയ പണ്ഡിതന്മാരുണ്ട്. അങ്ങനെയാകുമ്പോൾ നിസ്കാരത്തിൻ്റെ ഫർള് എന്നത് എണ്ണത്തിൽ 17 ഫർള് ഉണ്ടായിരിക്കുന്നതാണ്. അതേസമയം മറ്റു ചില പണ്ഡിതന്മാർ അതിനെ എണ്ണിയത് 9ാമത്തെ ഫർള് എന്നുള്ളത് അടങ്ങിത്താമസിക്കൽ എന്നാണ്. ആ അടങ്ങിത്താമസിക്കൽ റുക്കൂഅ്, ഇഅ്തിദാല്, സുജൂദിൻ്റെ ഇടയിലുള്ള ഇരുത്തം, ഈ 4 ഫർളുകളിലും അടങ്ങിത്താമസിക്കൽ ഉണ്ട്. അതിനെ ഒന്നായി എണ്ണി 4 ഭാഗത്തും ചെയ്യുന്നുണ്ടെങ്കിലും എണ്ണത്തിൽ ഒന്നാക്കി എണ്ണി. അപ്പോൾ നിസ്കാരത്തിൻ്റെ ഫർള് 14 എന്നായി. അതേസമയം മറ്റു ചില കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഈ അടങ്ങിത്താമസിക്കൽ എന്ന 9ാമത് നമ്മൾ 14 ഫർളിൽ 9ാമത് പറഞ്ഞ ആ ഫർളിനെ അവർ എണ്ണിയില്ല. എന്തുകൊണ്ട്? അവരുടെ കാഴ്ചപ്പാട് അടങ്ങിത്താമസിക്കുക എന്നുള്ളത് റുക്കൂഅ്, സുജൂദ്, ഇഅ്തിദാല്, സുജൂദിൻ്റെ ഇടയിലുള്ള ഇരുത്തം എന്ന ആ ഫർളിനോട് അനുബന്ധമായി അതിൽ ഉൾപ്പെടുത്തപ്പെട്ട ഒന്നാണ്. ആയതുകൊണ്ട് അതിനെ എണ്ണേണ്ടതില്ല. എന്തുകൊണ്ടെന്നാൽ റുക്കൂഅ് അടങ്ങിത്താമസിച്ചാലേ റുക്കൂഅ് ആവുകയുള്ളൂ, സുജൂദ് അടങ്ങിത്താമസിച്ചാലേ സുജൂദ് ആവുകയുള്ളൂ, ഇഅ്തിദാല് അടങ്ങിത്താമസിച്ചാലേ ഇഅ്തിദാൽ ആവുകയുള്ളൂ, സുജൂദിൻ്റെ ഇടയിലുള്ള ഇരുത്തത്തിൽ അടങ്ങിത്താമസിച്ചാലേ സുജൂദിൻ്റെ ഇടയിലുള്ള ഇരുത്തമാകുകയുള്ളൂ. ആയതുകൊണ്ട് ആ രീതിയിൽ ചെയ്താലേ ആ ഓരോ ഫർളും ആ ഫർളുകൾ ആകുക തന്നെയുള്ളൂ. ആയതുകൊണ്ട് അതിന് പ്രത്യേകം ഈ അടങ്ങിത്താമസിക്കൽ എന്ന ഫർളിനെ ഫർളായി എണ്ണേണ്ടതില്ല എന്ന കാഴ്ചപ്പാടിലാണ് ചില പണ്ഡിതന്മാർ നിസ്കാരത്തിൻ്റെ ഫർളുകൾ 13 എന്ന് പറഞ്ഞത്. ആകയാൽ എണ്ണത്തിലാണ് കുറഞ്ഞതും ഏറിയതും. ഒരിക്കലും തന്നെ വണ്ണത്തിൽ അത് കുറഞ്ഞിട്ടുമില്ല ഏറിയിട്ടുമില്ല എന്ന് അറിയിക്കുന്നു. നാഫിയായ ഇൽമ് അല്ലാഹു തആല നമുക്ക് ഏവർക്കും നൽകുമാറാവട്ടെ. ആമീൻ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.